ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പരീക്ഷണം നടന്നതായി നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. 30 കിലോവാട്ട് ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനം ഉപയോഗിച്ച് ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റുകൾ, മിസൈലുകൾ, സ്വാം ഡ്രോണുകൾ എന്നിവയെ നിർവീര്യമാക്കാനുള്ള കഴിവ് ഇന്ത്യ വിജയകരമായി തെളിയിച്ചു. ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ആണ് ഈ ഡയറക്റ്റഡ് എനർജി ആയുധം അഥവാ DEW വികസിപ്പിച്ചെടുത്തത്. ഇത് ഇപ്പോൾ വിവിധ സൈനിക പ്ലാറ്റ്ഫോമുകളിൽ ഉൽപ്പാദനത്തിനും വിന്യാസത്തിനും തയ്യാറാണ്. ഈ നേട്ടത്തോടെ വിപുലമായ ലേസർ ആയുധ ശേഷിയുള്ള അമേരിക്ക, ചൈന, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേരുന്നു. 30 കിലോവാട്ട് ലേസർ ആയുധ സംവിധാനം 5 കിലോമീറ്റർ പരിധിയുള്ള ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, ജാമിംഗ്, സാറ്റലൈറ്റ് സിഗ്നലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിൻ്റെ വൈദഗ്ധ്യം കരയിലൂടെയും കപ്പലിലൂടെയും പ്രയോഗിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തിനായി 360 ഡിഗ്രി ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസർ ഈ സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ വായു, റെയിൽ, റോഡ് അല്ലെങ്കിൽ കടൽ വഴി വേഗത്തിൽ വിന്യസിക്കാൻ സാധിക്കും. ഇനി ഇത്തരം ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കണ്ടിട്ട് അത് കൊള്ളാം, പക്ഷേ അത് വെറും ഫിക്ഷൻ മാത്രമാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇന്ത്യയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സിനിമ ഫാൻറ്റസികളെ യഥാർത്ഥ സാങ്കേതിക വിദ്യയാക്കി മാറ്റുന്നതിൽ മത്സരിച്ച് പ്രവർത്തിക്കുകയാണ്. ലേസർ ആയുധങ്ങളെ ഫിക്ഷൻ ലോകത്തു നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ രാജ്യങ്ങൾ മത്സരിക്കുന്നു. അത്തരം സാങ്കേതിക വിദ്യ എങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൂടുതൽ സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിക്കാം. എന്താണ് ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ? DEW. ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ ഫോക്കസ്ഡ് എനർജി പുറപ്പെടുവിക്കുന്ന ആയുധങ്ങളാണ്. അവ നിർദ്ദിഷ്ട വസ്തുക്കളെയോ വ്യക്തികളെയോ ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. പ്രോജക്റ്റ് ലൈറ്റുകൾ അഥവാ ബുള്ളറ്റുകൾ അല്ലെങ്കിൽ മിസൈലുകൾ പോലുള്ളവ ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുന്ന പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലേസറുകൾ, മൈക്രോവേവുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഊർജം DEW വഹിക്കുന്നു. പുരാതന ഗ്രീക്കുകാർ സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ച് റോമൻ കപ്പലുകൾക്ക് തീപിടിപ്പിക്കാൻ സൂര്യപ്രകാശം ഉപയോഗിച്ചിരുന്നതായി നിങ്ങൾക്കറിയാമോ? ആർക്കമിഡിസ് മുതൽ സ്റ്റാർ വാർസ് വരെ ശത്രു ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് എനർജി നയിക്കുക എന്ന ആശയം പുരാതന കാലം മുതലുള്ളതാണ്. ഉദാഹരണം, BC 212 സിറാക്കൂസ് യുദ്ധസമയത്ത് ഗ്രീക്ക് ബഹുമുഖ പ്രതിഭയായ ആർക്കിമെഡിസിൻ്റെതാണ് ഈ ഐഡിയ. ചരിത്ര വിവരണങ്ങൾ അനുസരിച്ച് റോമൻ കപ്പലുകളിൽ സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാനും അവ കത്തിച്ച് കേടുപാടുകൾ വരുത്താനും ആർക്കിമെഡിസ് കണ്ണാടികൾ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. ഈ സംഭവം ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കോൺസെൻട്രേറ്റഡ് ബീം എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഉദാഹരണമായി ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നു. ആധുനിക കാലത്ത് ലേസർ സംവിധാനങ്ങളുടെ ഉത്ഭവം 1980കളിൽ US പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആരംഭിച്ച സ്റ്റാർ വാർസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ അഥവാ ICBM ഭീഷണിയെ നേരിടാൻ നൂതന മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതായിരുന്നു SDIയുടെ പ്രധാന പരിപാടികളിലൊന്ന്. ബാലിസ്റ്റിക് മിസൈൽ ഉപരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളുടെ പരിവേഷണമായിരുന്നു SDI. ലേസർ സാങ്കേതിക വിദ്യയിൽ ഗണ്യമായ ഗവേഷണത്തിനും വികസനത്തിനും ഈ പരിപാടി നേതൃത്വം നൽകി. ഇത് ഉയർന്ന ഊർജ ലേസർ സംവിധാനങ്ങളുടെയും മിസൈൽ പ്രതിരോധത്തിനായുള്ള അവയുടെ പ്രയോഗങ്ങളുടെയും മുന്നേറ്റങ്ങൾക്ക് കാരണമായി. സ്റ്റാർ വാറിൻ്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിലും ലേസർ ആയുധ സംവിധാനങ്ങളുടെ തുടർന്നുള്ള പുരോഗതിക്കും അവയെ ആധുനിക സൈനിക ആയുധ ശേഖരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലും ഈ പരിപാടി അടിത്തറയിട്ടു. അമേരിക്കക്കാർക്കൊപ്പം സോവിയറ്റ് യൂണിയനും ശീതയുദ്ധകാലത്ത് ലേസർ ആയുധ സംവിധാനങ്ങളിൽ സമാന്തര വികസനങ്ങൾ ആരംഭിച്ചു. ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് സോവിയറ്റ് സ്കിഫ് പ്രോഗ്രാം. ബഹിരാകാശത്ത് ശത്രു ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും പ്രവർത്തനരഹിതമാക്കാനും കഴിവുള്ള ഒരു ലേസർ ആൻറ്റി സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടു. എന്നാൽ DEWകൾ ലേസർ തോക്കുകൾ മാത്രമല്ല, മൈക്രോവേവ് അധിഷ്ഠിത ആയുധങ്ങളും ഉൾപ്പെടുന്നു. രണ്ട് തരം DEW ഉണ്ട്.
ഹൈ എനർജി ലേസറുകൾ HEL. ഹൈ എനർജി ലേസറുകൾ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനായി കേന്ദ്രീകൃത പ്രകാശ ഊർജ്ജ രശ്മികൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളാണ്. ഉപയോഗിക്കപ്പെടുന്ന ബീം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ലേസർ ബീം ലക്ഷ്യവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവിടം ചൂടാകുന്നു. അവിടെ ടാർഗറ്റഡ് മെറ്റീരിയൽ ലേസർ ഊർജ്ജത്തെ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നു. ലേസർ ബീം സൃഷ്ടിക്കുന്ന തീവ്രമായ താപം അതിൻ്റെ ലക്ഷ്യത്തിലുള്ള കത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ കത്തിക്കുന്നു. ഇത് ഡ്രോണുകൾ പോലുള്ള ഭീഷണികളെ നിർവീര്യമാക്കുന്നതിന് ഉപയോഗപ്രദമാകും. ലേസർ ആയുധങ്ങൾ ശാരീരിക നാശത്തിലേക്ക് നയിച്ചേക്കാം. ഇലക്ട്രോണിക് ഘടകങ്ങളുമായുള്ള ലേസർ ബീമിൻ്റെ ഇടപെടൽ ഇലക്ട്രോണിക് ഘടകങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അവയ്ക്ക് നേരിട്ട് കേടുപാടുകൾ വരുത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടാക്കുന്നതിലൂടെയോ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾക്കുണ്ടാകുന്ന ഈ കേടുപാടുകൾ ശത്രു ആശയവിനിമയങ്ങളിലോ നിയന്ത്രണ സംവിധാനങ്ങളിലോ തടസ്സമോ ഇടപെടലോ ഉണ്ടാക്കുന്നു. എന്താണ് ഹൈ പവേർഡ് മൈക്രോവേവ്സ് HPM? ഈ ഉപകരണങ്ങൾ തീവ്രമായ മൈക്രോവേവ് വികിരണം ഉൽപ്പാദിപ്പിക്കുകയും ഊർജ്ജം കേന്ദ്രീകരിക്കുകയും ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വളരെ തീവ്രമായ വൈദ്യുത കാന്തിക പൾസുകൾ റഡാർ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. പ്ലാസ്മ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന അയോണൈസേഷൻ, ആശയവിനിമയ സംവിധാനങ്ങളുടെ തടസ്സം എന്നിവയ്ക്ക് കാരണമാകുന്നു. പ്ലാസ്മ രൂപീകരണം ആശയവിനിമയത്തിൽ തടസ്സമുണ്ടാക്കുന്നു. സൈനിക ആപ്ലിക്കേഷനുകളിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം? ആളില്ലാത്ത വിമാന സംവിധാനങ്ങൾ, ആളില്ലാത്ത ആകാശവാഹനങ്ങളുടെയും UAV ഡ്രോണുകളുടെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം സൈനിക പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. ഉയർന്ന തീവ്രതയുള്ള ലേസർ രശ്മികൾ പുറപ്പെടുവിച്ചുകൊണ്ടോ അവയുടെ ഇലക്ട്രോണിക്സിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിർണായക ഘടകങ്ങൾക്ക് ഭൗതിക നാശം ഉണ്ടാക്കിക്കൊണ്ടോ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് ലേസറുകൾ കാര്യക്ഷമമാകുന്നു. ഈ സംവിധാനങ്ങൾ കരയിലോ കടലിലോ വായുവിലൂടെയുള്ള പ്ലാറ്റ്ഫോമുകളിലോ വിന്യസിക്കാവുന്നതാണ്. റോക്കറ്റ്, പീരങ്കി, മോട്ടാർ, മിസൈൽ സംവിധാനങ്ങൾ. ഇൻകമിംഗ് റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മോട്ടാറുകൾ എന്നിവ തടയാനും നശിപ്പിക്കാനും ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അതിൽ ഗൈഡഡ്, അൺഗൈഡഡ് എന്നിവ ഉൾപ്പെടുന്നു. ഹമാസ് തൊടുത്തുവിടുന്ന റോക്കറ്റുകളെ തടഞ്ഞു നിർത്തി ഇസ്രയേലി അയൺ ബീം സിസ്റ്റം ആയിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം. കൂടാതെ ലേസറുകൾക്ക് വരുന്ന മിസൈലുകളെ വേഗത്തിൽ ചൂടാക്കി അവയുടെ ഘടകങ്ങളെ ദുർബലപ്പെടുത്തി തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും കഴിയും. ലേസർ ഡാസ്ലറുകൾ, അതായത് ഡയറക്റ്റായി പുറപ്പെടുവിക്കുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് സോഴ്സ് വഴി സെൻസറുകൾ, ക്യാമറകൾ അല്ലെങ്കിൽ മറ്റു ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങൾ എന്നിവയുടെ താൽക്കാലിക ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ തടസ്സം. അതായത് ലേസർ ഡാസ്ലറുകൾ മിസൈലുകൾ, മാർഗനിർദ്ദേശ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയോ അവയുടെ സെൻസറുകൾക്ക് താൽക്കാലിക ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുകയോ ചെയ്യുന്നു. അതുവഴി ലക്ഷ്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള അവയുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. തീവ്രമായ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹീറ്റാക്കുന്ന മിസൈലുകളെ അവയുടെ ഉദ്ദേശിച്ച പാതകളിൽ ആശയക്കുഴപ്പത്തിലാക്കാനോ വഴിതിരിച്ചുവിടാനോ ഇതിന് കഴിയും. ആൻറ്റി സാറ്റലൈറ്റ് ASAT ആവശ്യങ്ങൾക്കായി ലേസറുകൾ ഉപയോഗിക്കാം. സോളാർ പാനലുകൾ, സെൻസറുകൾ അല്ലെങ്കിൽ ആശയവിനിമയ ആൻറ്റീനകൾ പോലുള്ള ഉപഗ്രഹങ്ങളുടെ സെൻസിറ്റീവ് ഘടകങ്ങൾ ലക്ഷ്യമിടാനും അവയെ പ്രവർത്തനരഹിതമാക്കാനോ നശിപ്പിക്കാനോ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾക്ക് കഴിയും. കൂടാതെ ലേസറുകൾക്ക് ഒരു ഉപഗ്രഹത്തിൻ്റെ ഒപ്റ്റിക്കൽ സെൻസറുകളെയോ ആശയവിനിമയ സംവിധാനങ്ങളെയോ തടസ്സപ്പെടുത്താനും ജാം ചെയ്യാനും കഴിയും. അങ്ങനെ അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താം. അടുത്തതായി ടാങ്ക് വിരുദ്ധ മിസൈലുകളുടെ പ്രതിരോധ നടപടികൾ. ലേസർ ഡാസ്ലറുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ ഉപയോഗിച്ച് വരുന്ന മിസൈലുകളുടെ മാർഗനിർദ്ദേശ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താം. വരുന്ന മിസൈലിലേക്ക് ഉയർന്ന തീവ്രതയുള്ള ലേസർ ബീം നയിക്കപ്പെടുന്നത് ലക്ഷ്യത്തെ ട്രാക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും മിസൈൽ ഉപയോഗിക്കുന്ന സെൻസറുകളെയോ ഒപ്റ്റിക്സിനെയോ തടസ്സപ്പെടുത്താനും സാധിക്കും. ഇത് മാർഗനിർദ്ദേശ സംവിധാനത്തിന് ആശയക്കുഴപ്പമോ താൽക്കാലിക ബ്ലൈൻഡ്നെസ്സോ ഉണ്ടാക്കുന്നു. ടാങ്ക് വിരുദ്ധ മിസൈലുകളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി കണക്കിലെടുക്കുമ്പോൾ നൂതന ടാങ്ക് വിരുദ്ധ ലേസർ പ്രതിരോധ നടപടികൾ അടിയന്തരമായി ആവശ്യമാണ്. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരമൊരു ഉദാഹരണമാണ് കവചിത കരവാഹനങ്ങളെ സംരക്ഷിക്കാൻ ഇൻഫ്രാറെഡ് പ്രതിരോധ നടപടികൾ ഉപയോഗിക്കുന്ന BAE സിസ്റ്റം ടെറ റാവൺ കൗണ്ടർ മെഷർ സിസ്റ്റം. റേത്തിയോൺ വികസിപ്പിച്ച ഒരു സംവിധാനവുമുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ തടയുക.
ഉയർന്ന വേഗതയും കൃത്യതയും കാരണം ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ ലേസർ ആയുധ സംവിധാനങ്ങൾക്ക് കഴിവുണ്ട്. പ്രകാശ വേഗത ലേസറുകൾക്ക് തൽക്ഷണം അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഇത് ഹൈപ്പർസോണിക് ഭീഷണികളെ നേരിടാൻ അനുയോജ്യമാക്കുന്നു. എന്നിരുന്നാലും ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിന് അത്തരം സംവിധാനങ്ങളുടെ പവർ ജനറേഷൻ ഉയർന്നതായിരിക്കും. എന്നിരുന്നാലും കൃത്യമായി ഉയർന്ന പരിധിയില്ല. പക്ഷേ US നേവിയുടെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് സിസ്റ്റത്തിൻ്റെ പവർ ഔട്ട്പുട്ട് കുറഞ്ഞത് 1000 കിലോവാട്ട് ആയിരിക്കും. ലോകമെമ്പാടും നിലവിൽ സേവനത്തിലുള്ള ലേസർ ആയുധ സംവിധാനങ്ങളിലെ പുരോഗതിയും വികസനവും. YAL-1 എയർബോൺ ലേസർ ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത YAL-1 ഒരു ബോയിങ് 747 ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അമിതമായ ചെലവ് കാരണം ഓരോ സിസ്റ്റത്തിലും ആകെ $2 ബില്യൺ വേണ്ടിവരുന്നു. പദ്ധതി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു. അടുത്തത് ഡയറക്റ്റഡ് ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷീൻ DIRCM. ഫൈറ്റർ വിമാനങ്ങളിൽ ഒരു പോഡായി വികസിപ്പിച്ചിരിക്കുന്ന ലോക്ക്ഹീഡ് ടാക്ടിക്കൽ എയർബോൺ ലേസർ വെപ്പൺ സിസ്റ്റം TALWS ഇൻകമിംഗ് മിസൈൽ ഗൈഡഡ് സിസ്റ്റങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ട്രൈക്കർ കോമ്പാക്ട് വെഹിക്കിൾ റേത്തിയോൺ സിസ്റ്റം. US ആർമിയുടെ സ്ട്രൈക്കർ കോമ്പാക്ട് വെഹിക്കിളിൽ സംയോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റേത്തിയോണിൻ്റെ ലേസർ സിസ്റ്റം ഡയറക്റ്റഡ് എനർജി മാനുവർ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് 2019 മുതൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. 25,000 മണിക്കൂർ പരീക്ഷണവും 400 സ്ഥിരീകരിച്ച കിൽസും ഉപയോഗിച്ച് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിച്ചു. ചൈനീസ് LW-30. ചൈനയുടെ LW-30-ൽ 30 കിലോവാട്ട് ലേസറുണ്ട്. പ്രധാനമായും വായുവിലൂടെയുള്ള ഭീഷണികളെ തടയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ശേഷിയെയും ഫലപ്രാപ്തിയെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഇസ്രായേലി അയൺ ബീം. ദീർഘകാല വികസന പ്രക്രിയ ഇതിനുണ്ട്. ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾ തൊടുത്തുവിടുന്ന റോക്കറ്റുകളെ ഇസ്രായേലി അയൺ ബീം വിജയകരമായി തടയുന്നുണ്ട്. UKയുടെ ഡ്രാഗൺ ഫയർ സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന ചെലവ് കുറഞ്ഞ ലേസർ ആയുധങ്ങൾക്കായി UK റിസർച്ച് ചെയ്യുന്നു. ഇതിന് ഒരു ഷോട്ടിന് 10 പൗണ്ട്, ഏകദേശം 1180 ഇന്ത്യൻ രൂപ മാത്രമേ ചിലവാകൂ. ഇതൊരു സാമ്പത്തിക പ്രതിരോധ പരിഹാരമാക്കി മാറ്റുന്നു. റഷ്യൻ പെരസ്വെറ്റ് ആൻറ്റി സാറ്റലൈറ്റ് ലേസർ. 1500 കിലോമീറ്റർ വരെ ഉയരമുള്ള രഹസ്യ ഉപഗ്രഹങ്ങളെ ബ്ലൈൻഡാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഉപഗ്രഹ ഭീഷണികളെ നേരിടുന്നതിൽ റഷ്യയുടെ പെരസ്വെറ്റ് സിസ്റ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇനി ഇതിലുള്ള ഇന്ത്യൻ സിസ്റ്റംസ് എന്തൊക്കെയാണ്? 1900-ൻ്റെ അവസാനം മുതൽ DRDO ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. 1998-ൽ ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ചു. വികസനത്തിൻ്റെ ഭൂരിഭാഗവും രഹസ്യമായി തുടരുന്നുവെങ്കിലും ചില പദ്ധതികൾ പബ്ലിക്കാണ്. അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് ദുർഗ 2 ഡയറക്ഷണലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ. 5 കിലോമീറ്റർ ഉയരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ടെർമിനൽ ഘട്ടത്തിൽ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഭീമാകാരമായ 25 കിലോവാട്ട് സിസ്റ്റം. അത്തരം മറ്റൊരു സംവിധാനം ആദ്യത്തെയാണ്. ഒരു ഭീമാകാരമായ 100 കിലോവാട്ട് ലേസർ. ഇതിനായി DRDO ഇതിനകം 100 കിലോവാട്ട് സിസ്റ്റം പരീക്ഷിച്ചുവെന്ന് പറയാം. നാവികസേന ഇതിനകം ഓർഡർ ചെയ്തിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് DRDO വികസിപ്പിച്ചെടുത്ത ദി ആൻറ്റി ഡ്രോൺ സിസ്റ്റം ADS. ഹാർഡ് കിൽ, സോഫ്റ്റ് കിൽ എന്നീ 2 പ്രധാന കഴിവുകളും ഇതിനുണ്ട്. മൈക്രോ ഡ്രോണുകളെ കണ്ടെത്തി ജാം ചെയ്യാനും ലേസർ അധിഷ്ഠിത കിൽ മെക്കാനിസം ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നശിപ്പിക്കാനും ADSന് കഴിയും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിനും പിന്നീട് ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനും സുരക്ഷ നൽകുന്നതിന് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആദ്യം വിന്യസിച്ചിരുന്നു. 360 ഡിഗ്രി കവറേജ് വാഗ്ദാനം ചെയ്യുന്ന ഈ സംവിധാനം മോഡി ട്രംപ് റോഡ് ഷോയ്ക്കായി അഹമ്മദാബാദിലും വിന്യസിച്ചിരുന്നു. തദ്ദേശീയ നാവിക ആൻറ്റി ഡ്രോൺ സിസ്റ്റം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ നാവികസേന ഭാരത് ലിമിറ്റഡുമായി ഒരു കരാർ ഒപ്പിട്ടു. പരമ്പരാഗത ഗതികോർജ്ജ ആയുധങ്ങളെ അപേക്ഷിച്ച് ലേസർ ആയുധ സംവിധാനങ്ങൾ നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. 1. പ്രകാശവേഗത. ലേസർ രശ്മികൾ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നു. ലക്ഷ്യങ്ങളെ തൽക്ഷണം ആക്രമിക്കാൻ സഹായിക്കുന്നു. ഈ ദ്രുത പ്രതികരണ സമയം വേഗത്തിൽ നീങ്ങുന്ന ശത്രുഭീഷണികളെ വിജയകരമായി തടയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2. കൃത്യത. എഞ്ചിനുകളെ അല്ലെങ്കിൽ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ പോലുള്ള ഒരു ശത്രു ഭീഷണിയുടെ ചില പ്രത്യേക ഘടകങ്ങളെ ലേസർ ആയുധങ്ങൾക്ക് കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ കഴിയും. ഇത് കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും സാധാരണക്കാർക്കുള്ള അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും.
അൺലിമിറ്റഡ് ആമുനേഷൻ. വെടിമരുന്ന് സംഭരണവും പുനർവിതരണവും ആവശ്യമുള്ള പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യാസമായി ലേസർ സിസ്റ്റങ്ങൾ ഒരു ഓൺബോർഡ് സ്രോതസ്സിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഊർജം ലഭ്യമാകുന്നിടത്തോളം അൺലിമിറ്റഡ് ആമുനേഷൻ നൽകുന്നു. അതുവഴി ലോജിസ്റ്റിക്കൽ ഭാരം കുറയുന്നു. ഷോട്ടിനുള്ള കുറഞ്ഞ ചെലവ്. സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനുമുള്ള ചെലവ് ഉയർന്നതായിരിക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തന ചെലവ് ലാഭകരമാകുമെന്ന് നാം അംഗീകരിക്കേണ്ടി വരുമ്പോഴും പരമ്പരാഗത ആയുധങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഷോട്ടിനുള്ള ചെലവ് വളരെ കുറവാണ്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവയെ കൂടുതൽ ചെലവ് കുറഞ്ഞതാക്കുന്നു. ഉദാഹരണത്തിന് ഒരു സ്റ്റിംഗർ മിസൈലിൻ്റെ വില ഏകദേശം $30,000 അതേസമയം അതേ ജോലി $2 താഴെ ചെലവിൽ അയൺ ബീം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും.